അപ്പൊ ഇവിടെ ഒരാള് സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പുസ്തകമൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഇത്രയും പുസ്തകമൊക്കെ ഉണ്ട് എനിക്ക്. ഇത്രയോ 4ാം ക്ലാസ്സിൽ സൈബക്ക് ഇതാ ഇത്രയും പുസ്തകങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു സൈബ സ്കൂളിൽ പോകാനായാലും എന്താ പോയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ എന്താന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ സൈബ മോളെ? അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അല്ലേ? മൂന്നാമത്തെ ഡേ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്താ റെയിൻകോട്ട് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം ആ ഓള് സൈക്കിളിൽ ഓള് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ കൂടിയ പോലെ ആധുനിക ഇതാണ് നോക്കട്ടെ. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാഗരികത. എക്സ്ട്രാ വെള്ളം വെക്കണം. എന്നാ പിന്നെ ഒരു വലുത് മേടിച്ചാ പോലെ. അതല്ലോ ഇങ്ങനെയാണെന്നെ ഒരു വലുത് തന്നെ മേടിച്ചാ പോലെ. അത് 2 കൊണ്ടുപോണ്ട ഇത് വെള്ളം ചോറ് തിന്നിടത്തോണ്ടാ പാനാ ആണോ? ഇന്നലെ ഇതിങ്ങനെ കൊറേ വട്ടം തുറന്നു കളിച്ചിരിക്കുന്നത്. നല്ല രസം ചെയ്ത് ഇത് പുസ്തകത്തിന്റെ കൂടെ എടുത്തു വെക്കുന്ന സാധനമല്ല കേട്ടാ. ആര്യ ടീച്ചർ പറഞ്ഞേ എന്തൊക്കെ കൊണ്ടുവരുന്നത് നോക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാ കുട്ടികളെയും. അപ്പൊ നമ്മള് ദിവസം ചെക്ക് ചെയ്യരുത്. ഇപ്പൊ ചെക്ക് ചെയ്യാനില്ല. അല്ല പെൻസിൽ പെന്നോണ്ട് എഴുതല്. പെൻസിൽ പെൻസിൽ കൊണ്ടിരിക്കും. പെന്നാണ് ഇത് നല്ല പെന്നാണോ? ആകോ ചോദിക്കാം. അതെ, നമ്മളെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം. വീട്ടിലുള്ള ഫോൺ ഓരോ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലാ പക്ഷെ ഇതിമല്ലോ ഇത് വയനാട്ടിലോള് പഠിച്ച സ്കൂളിന്റെ സംഭവമാണ്. അപ്പൊ സത്യം ആ നമ്പർ ഉമ്മന്റെ വീട്ടുകാരെ നമ്പർ ഇട്ടാൻ വേണ്ടിട്ട്. അതെന്താണ്? അതൊരു പണിതാ മതി ചെയ്യുമ്പോ ഒരു സംഭവം നെയ് സ്ലിപ്പിൽ എഴുതിയിട്ട് ഒന്നില് നമ്പറൊക്കെ എഴുതിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ അവർക്ക് എപ്പോഴും കിട്ടും. സാറ് പറഞ്ഞു ഒരു ബുക്കിൽ തന്നെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് എഴുതിക്കുന്നു. ആണോ? ഒക്കെ എഴുതി നമ്മള് അതില് അതേപോലത്തെ സൈബന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവളെ കൂട്ടാൻ വേണ്ടിട്ട്. ഇവിടെ കാണില്ല നിങ്ങളെ. നമുക്ക് വണ്ടിയിലാക്കി തരാം. ഇന്ന് ഞാനെ കൊണ്ടാക്കി തരാം നിങ്ങളെ. എന്താണ് അപ്പൊ സൈബനെ നമ്മളിന്ന് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് വിത്ത് ഓൾ ഫ്രണ്ട്സ് അല്ലേ? എല്ലാരും ഹായ് പറഞ്ഞേ. ഹായ്. ഈ നമ്പർ നോക്കിയാ 4 ആൾക്കാരെ പറ്റി പോണത്. 3, 4, 5 അവിടെ അല്ലേ? ഒന്നുകൂടി കൺഫ്യൂഷൻ ആയി. സൈബ പറയും. 6 മീൻസ് ക്ലാസ്സിലാ 1, 2 മാത്രം കിട്ടിയ സെറ്റ് ആയിരുന്നു. അതന്നെ. അതെ, ഇവരെല്ലാരും ടിക്കറ്റ് കേട്ടോ. സൈബ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? നമുക്ക് രണ്ടാക്കി എന്റെ ക്ലാസ് ഓളെ ക്ലാസ് എനിക്കും അറിയാം. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ക്ലാസ് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? അതായത് സ്കൂള് പഠിത്തം തുടങ്ങിയോ? ഇല്ല, പഠിത്തം തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇപ്പൊ പോയിട്ട് കളിക്കല കള്? നമുക്ക് പഠിത്തം പറയുമ്പോ ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാ, റിവൈസ് ചെയ്യാ. കള്ളത്തരം പറയല്ലോ കേട്ടോ. 3ാം ക്ലാസ്സിലത്തെ കാര്യം ഇനി എന്തിനാ 4ാം ക്ലാസ്സിൽ വന്നാ റിവൈസ് ചെയ്യുന്നത്? അത് പഠിച്ചിക്കണോ നോക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് അറബിക്ക് അങ്ങനെയാണ്. അറബിന്റെ കാര്യത്തില് അറബിക്കും ബാക്കിയുള്ള ചില വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കൊണ്ട് നമുക്കറിയില്ല. പിന്നെ നമ്മള് പിന്നെ പഠിക്കലും ഭയങ്കര പഠിത്തമായതിനെ കൊണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഏറ്റവും കൂടുതൽ A+ മേടിച്ചത് ഞാനായിരുന്നു. എന്ത്
ശരിയാ സൈബ ഏറ്റവും കൂടുതൽ A+ മേടിച്ചവനാ. അല്ലല്ലോ അനക്കും ഒരു A+, എനിക്കും ഒരു A+. സമാസമായിരുന്നു ഉണ്ടാതിരുന്നോ. പിന്നെന്താ കുറച്ച് കൂടുതലുള്ള ഇൻകാ ഇക്ക് D+ ഉണ്ടായിരുന്നു. വെയിറ്റ് കൂടുതൽ ഓൻകാ ഇക്ക് D+ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് കൂടുതൽ ഓൻക്കായിരുന്നു. പക്ഷെ എനിക്ക് ആശിക്ക് പക്ഷെ ഫുൾ A+ എനിക്കാണ് സൈബുമ്പോൾ. അല്ല ഒന്ന് വാങ്ങണേക്കാട്ടും നല്ല പൂജ വാങ്ങണല്ലേ ദീപ. സിയ വിശ്വസിക്കണോ? നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ക്ലാസ്? നിങ്ങക്ക് അനക്കും ഇനി 2ാം ക്ലാസ്സിന് ഉള്ള റിവൈസ് ചെയ്യണ്ട? ചെറുതായിട്ടില്ലേ? സൈബ് അങ്ങനെ 4ാം ക്ലാസ്സിൽ എത്തിട്ടോ അല്ലേ? ഞാനും ഇപ്പഴാ അറിയണ് 4ാം ക്ലാസ്സിലെത്തി. ഒരു ദിവസം വയനാട്ടിന്ന് എനിക്ക് മുട്ട മേടിക്കാൻ പോവാൻ തോന്നുന്നേ. അപ്പൊ ഓൻ ചോദിക്കാൻ 3ാം ക്ലാസ്സിലെത്തിയത്. ഞാൻ 3ലെത്തി. ഞാൻ അറിയില്ല. ഞാൻ ചോദിച്ചു എന്ത് കാക്കയാണ് ഇത് ഇപ്പളാ അറിയണത്. സത്യം ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കലുണ്ട് ഞാൻ എന്ത് കാക്കാണെന്ന്. അല്ലോ ഈ പാടത്തു കൂടെ ഒക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. അങ്ങോട്ടൊന്നും പോലില്ല. സ്കൂൾ ബസ് ഇറങ്ങിയല്ലോ. ആണോ? ഈ പേടിക്കണ്ടതാ ഇപ്പൊ എത്തിയല്ലോ നമ്മള്. പോലെ അറിയില്ല. സൈബന്റെ സ്കൂൾ അങ്ങോട്ടാണ് അല്ലേ? അപ്പൊ എല്ലാരും പോകുന്നുണ്ട്. എല്ലാരും വന്നു തുടങ്ങി. വേറെ ഇറങ്ങിക്കോ. അപ്പൊ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. സൈബ മോളെ ഫസ്റ്റ് ഡേ സ്കൂൾ അല്ലേ സൈബ മോളെ? അതന്നെ സ്കൂളിൽ പോവാൻ. അപ്പൊ എന്തായാലും ബായ് പറഞ്ഞേക്ക് സൈബ. ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞേക്ക്. ഓടിപ്പോയി സ്കൂളില് വേണ്ടില്ലായിരുന്നു രാവിലത്തെ. ബൈ ട്ടോ. ടാറ്റാ. വാങ്ങിയപ്പോ എനിക്ക് സമാധാനം. അതെ രാവിലെ തന്നെ വേണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഞാനും റാഷിയൊക്കെ എൻ്റെ ഉമ്മന്റെ വീട് മലപ്പുറം കേട്ടോ. അപ്പം കോഴിക്കോടും മലപ്പുറം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ അനിയത്തി സൈബ 3 ജില്ലകളല്ലേ അമ്മ? എങ്ങനെയാണ്? അതന്നെ. അതായത് കോഴിക്കോട്, മലപ്പുറം, വയനാട്, മലപ്പുറം, അങ്ങനെ 3 സ്ഥലം. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മലപ്പുറം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ല ബോർഡർ രാമനാട്ടുകരയിൽ ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെ ഭാഗം അതല്ല കോഴിക്കോട് കൂടെ വന്നിട്ട്. അതെ ഞങ്ങള് വീട്ടിലേക്ക് എന്നും വരിലേക്ക് അറിഞ്ഞാല് കോഴിക്കോട് കൂടെ വന്നിട്ട് എലക്ഷന്റെ ടൈമിലായിരുന്നു നമുക്ക് 2 ഇലക്ഷന്റെ പ്രചാരണങ്ങൾ. ഓക്കെ അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കുക. വിശക്കുണ്ട് ഫുഡ് തരാതെ ഓടിപ്പോയതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ ബൈ. ഇന്ന് ഈ കൊച്ച് ഇവിടെ ആക്കുന്ന ഈ അല്ലേ അതൊക്കെ പോട്ടെ. അപ്പൊ ശരി ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.